ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ സ്നാപക യോഹന്നാന് ഒരു ഉറപ്പ് വേണം. എന്ത് ഉറപ്പാണ് വേണ്ടത്? ജനം കാത്തിരിക്കുന്ന, യഹൂദമതം കാത്തിരിക്കുന്ന സാക്ഷാൽ മശിഹ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം വിശുദ്ധ സ്നാപകന് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം ജനിച്ചിട്ടുണ്ടാവുക? അതിന് കാരണം, കുറച്ച് മാസങ്ങളായി സ്നാപക യോഹന്നാൻ ഹെരോദാവ് രാജാവിൻ്റെ തടവിലാണ്. അവൻ്റെ ഈ ലോകത്തിലേക്ക് താൻ വന്ന ദൗത്യം നടത്തുവാൻ സാധിക്കാതെ തടവിലായിരിക്കുന്ന സമയം. കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ വന്നവന്, കർത്താവിൻ്റെ പാത നിരപ്പാക്കുവാൻ വന്നവന്, അവനിൽ വിശ്വസിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ആളുകളുടെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കാതെ വരുന്ന സ്നാപക യോഹന്നാൻ. അവനിപ്പോൾ യഹൂദ മരുഭൂമിയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കുവാൻ സാധിക്കാതെ തടവിലായിരിക്കുന്ന സമയം. ഒരുപക്ഷെ യോഹന്നാൻ തനിക്ക് ഈ തടവറയിൽ നിന്നും ഒരു മോചനം തരുവാൻ യേശുവിന് സാധിക്കാതിരിക്കുമോ എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. മശിഹ വരുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പലതും അവർ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയത് അവരുടെ ഓർമ്മയിലുണ്ട്. വിശുദ്ധ യോഹന്നാനും ഒരുപക്ഷെ ആ കാര്യങ്ങളെല്ലാം യേശുവിൽ നിന്നും പ്രതീക്ഷിച്ച് അവൻ്റെ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നിരിക്കണം. ഇസ്രായേലിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്ന ഒരു മെശിഹായെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെ തുരുത്തി ഓടിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും സമൃദ്ധിയും നൽകുന്ന ഒരു മെശിഹ ഭരണം അവർ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സമയം. ആ ഭരണത്തിന് കീഴിൽ തനിക്കും ഒരു മോചനം തടവിൽ നിന്നും ലഭിക്കും. താൻ കടന്നു പോകുന്ന ഈ സഹനങ്ങളിൽ നിന്നും ഒരു മോചനം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമായിരുന്നിരിക്കണം അപ്പോൾ. അതുകൊണ്ടായിരിക്കണം അവനിപ്പോൾ ഈ സംശയം വന്നതും. മരിച്ചവനെ ഉയർപ്പിച്ചതും മറ്റു പല അത്ഭുതങ്ങളെയും പറ്റി തൻ്റെ ശിഷ്യന്മാർ തന്നോട് വന്ന് പറഞ്ഞപ്പോൾ തൻ്റെ 2 ശിഷ്യരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഈ ചോദ്യവുമായി അയക്കുന്നത്, വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന ചോദ്യം. അതെ, സഹനങ്ങളുടെ തീച്ചൂളയിൽ, വേദനയുടെ പാരമ്യത്തിൽ, പ്രയാസങ്ങളുടെ നടുക്കടലിൽ ഉഴലുന്ന നമ്മുടെയും വിശ്വാസം എത്രയോ തവണ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. സഹനങ്ങളിൽ പതറിപ്പോകുന്ന നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ, ദൈവത്തെ ഓർക്കുവാൻ സാധിക്കാത്ത വിധം, ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ, എത്രയോ തവണ അങ്ങനെയുള്ള പരീക്ഷകളിൽ നാം തോറ്റുപോയിരിക്കുന്നു. എന്നാലും നമ്മുടെ ദുർബലതയെ അറിയുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്കും പ്രതീക്ഷിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മുടെ തടവറയിൽ നമ്മെ വന്ന് സന്ദർശിക്കുകയും നമുക്കായി ഒരുക്കിയിരിക്കുന്ന അവൻ്റെ ദൈവിക പദ്ധതിയിൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഒരംഗമായി ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവൻ നമുക്ക് നമ്മുടേതായ ദിവസത്തിൽ നമ്മെ അതിനായി ഒരുക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.